എഡ്യൂകേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. PSCD ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. 2005 സെപ്റ്റംബർ 5-നാണ് ഈ നിയമം പാസാക്കിയതെങ്കിലും 2006 ഫെബ്രുവരി 2-നാണ് ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലാണ് പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 2009 ഒക്ടോബർ 2-നാണ് ഇതിൻ്റെ പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത്. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസം പ്രതിഫലനം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. പ്രകാശത്തിൻ്റെ പ്രതിഫലന നിയമങ്ങളനുസരിച്ച് പതനകോണും പ്രതിഫലന കോണും എപ്പോഴും തുല്യമായിരിക്കും. സമതല ദർപ്പണം ഉണ്ടാക്കുന്ന പ്രതിബിംബം എപ്പോഴും മിഥ്യയും നിവർന്നതും ആയിരിക്കും. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ പ്ലാസ്മ. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണിത്. സൂര്യൻ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് ഈ അവസ്ഥയിലുള്ള ദ്രവ്യം ഉള്ളതുകൊണ്ടാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഹീലിയം. ഹീലിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകം. പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകമാണ് ഹീലിയം. ഇത് അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കുറവായതിനാൽ കാലാവസ്ഥാ ബലൂണുകൾ നിറയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ് എന്നതാണ് മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം. കാൾ ലിനേയസ് ആണ് മനുഷ്യന് ഈ ശാസ്ത്രീയ നാമം നൽകിയത്. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് എന്താണ്? സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാഠിന്യമുള്ള വെള്ളത്തെ മൃദുവാക്കാൻ വാഷിംഗ് സോഡ ഉപയോഗിക്കുന്നു. സോൾവേ എന്ന പ്രക്രിയയിലൂടെയാണ് ഇത് വ്യാവസായികമായി നിർമ്മിക്കുന്നത്. കൃഷ്ണ ഗോദാവരി നദികൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന തടാകം കൊല്ലേരു. കൃഷ്ണ ഗോദാവരി നദികൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് കൊല്ലേരു. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏതാണ്? കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ളത്. മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് മുതുകുളം പ്രസംഗം നടത്തിയത്. 1947-ലായിരുന്നു മന്നത്ത് പത്മനാഭൻ ഈ പ്രസംഗം നടത്തിയത്. തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡിലെ ചീമേനിയിലായിരുന്നു തോൽവിറക് സമരം നടന്നത്. 1946-ലായിരുന്നു ഈ സമരം നടന്നത്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. 1950-ൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി 1951-ലാണ് ആരംഭിച്ചത്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥ ഓർമ്മയുടെ തീരങ്ങളിൽ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി MGK മേനോൻ. MGK മേനോനാണ് ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി. പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന MGK മേനോൻ 1972 ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള ചുരുങ്ങിയ കാലയളവിലാണ് ISRO ചെയർമാൻ സ്ഥാനം വഹിച്ചത്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കുന്നതിനായി സോവിയറ്റ് യൂണിയനുമായി കരാർ ഒപ്പിട്ടത് അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു. ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ്? കാനഡ. ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം കാനഡയുടെ മാതൃകയിലാണ്.
ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലികാവകാശങ്ങൾ എന്ന ആശയം അമേരിക്കയിൽ നിന്നുമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഫെഡറൽ സംവിധാനം കാനഡയുടെ മാതൃകയിലാണ്. കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കുറ്റ്യാടിപ്പുഴ. കുറ്റ്യാടിപ്പുഴയാണ് കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. കുറ്റ്യാടിപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നായ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാഥൂല ചുരം. നാഥൂല ചുരമാണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ഈ ചുരം പിന്നീട് 2006 വ്യാപാര ആവശ്യങ്ങൾക്കായി വീണ്ടും തുറന്നത്. പുരാതന പട്ടുപാത സിൽക്ക് റൂട്ടിൻ്റെ ഒരു ശാഖയാണിത്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം 1885. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. 1885 ഡിസംബറിൽ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. WC ബാനർജി ആയിരുന്നു ആദ്യ പ്രസിഡന്റ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്ന അദ്ദേഹം തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനിച്ചത്. ഇന്ത്യ 2020, അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ്. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ദാദാഭായ് നവറോജി തൻ്റെ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെയാണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വച്ചത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നും അറിയപ്പെടുന്നത് ഇദ്ദേഹം തന്നെയാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് BR അംബേദ്കർ. BR അംബേദ്കറാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ്. ലണ്ടനിൽ വെച്ച് നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രധാന നേതാവാണ് അംബേദ്കർ. അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി കൂടിയായിരുന്നു. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണം, റേഡിയേഷൻ. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം. മാധ്യമങ്ങളുടെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വ്യാപിക്കുന്ന രീതിയാണ് വികിരണം. വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ രൂപത്തിലാണ് സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിൽ എത്തുന്നത്. ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? പിനാക്കി ചന്ദ്രഘോഷ്. പിനാക്കി ചന്ദ്രഘോഷാണ് ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിൻ്റെ ചെയർപേഴ്സൺ. പിനാക്കി ചന്ദ്രഘോഷ് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയായിരുന്നു. 2013 ഇന്ത്യയിൽ ലോക്പാൽ ആൻഡ് ലോകായുക്ത ബിൽ പാർലമെന്റ് പാസാക്കിയത്. എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തിമല. അമ്പുകുത്തിമലയിലാണ് എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. 1890 മലബാർ ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡ് ഫോസറ്റാണ് ഈ ഗുഹകളിലെ ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയത്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഈ ഗാനം ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27 കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു. 1950 ജനുവരി 24 ഇതിനെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? കബനി. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ശിവഗിരിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദി പെരിയാർ. പെരിയാർ നദിയാണ് ശിവഗിരിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദി. ശബ്ദം ഉണ്ടാകാൻ കാരണമാകുന്നത് ഭൗതിക വസ്തുക്കളുടെ എന്ത് മൂലമാണ്? കമ്പനം, വൈബ്രേഷൻ. ശബ്ദമുണ്ടാകാൻ കാരണമാകുന്നത് ഭൗതിക വസ്തുക്കളുടെ കമ്പനം അഥവാ വൈബ്രേഷൻ മൂലമാണ്. ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതലുള്ളത് ഖരവസ്തുക്കളിലാണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ്. റിഗർ സോയിൽ എന്നും അറിയപ്പെടുന്ന കറുത്ത മണ്ണാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം.
പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണിത്. അതിനാൽ ഇത് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും അറിയപ്പെടാറുണ്ട്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. ഇന്ദിരാകോൾ മുതൽ കന്യാകുമാരി വരെ 3214 കിലോമീറ്ററാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. ഇന്ത്യയുടെ വടക്കേ അറ്റമായ ഇന്ദിരാകോൾ മുതൽ തെക്കേ അറ്റമായ കന്യാകുമാരി വരെയുള്ള നീളമാണിത്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് വീതി 2933 കിലോമീറ്ററാണ്. കേരളത്തിലെ ആകെ നദികൾ 44. കേരളത്തിലാകെ 44 നദികളാണ് ഉള്ളത്. കേരളത്തിലെ 44 നദികളിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല വയനാട് ജില്ലയാണ്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കർ ആയിരുന്നു മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. ദേശീയ ശാസ്ത്ര ദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ സി വി രാമൻ. സി വി രാമനാണ് ദേശീയ ശാസ്ത്ര ദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ. സി വി രാമൻ രാമൻ പ്രഭാവം, രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയ ഫെബ്രുവരി 28 ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ഈ കണ്ടെത്തലിന് 1930 അദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം. അലൂമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സിജനുമാണ് ഉത്തരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ജോഗ് വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശരാവതി. ജോഗ് വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ ശരാവതി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ ശരാവതി നദിയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇത് മഹാത്മാഗാന്ധി വെള്ളച്ചാട്ടം എന്നും അറിയപ്പെടാറുണ്ട്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008. 2008 ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. 1950 മാർച്ച് 15 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാൽ 2014 ഓഗസ്റ്റിൽ ഇത് നിർത്തലാക്കുകയും പകരം നീതി ആയോഗ് രൂപീകരിക്കുകയും ചെയ്തു. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പിയാണ് ജവഹർലാൽ നെഹ്റു. വിദേശ രാജ്യങ്ങളുമായി ചേരിചേരാ നയം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതും ജവഹർലാൽ നെഹ്റുവാണ്. വളയമുള്ള ഗ്രഹം റിംഗ്ഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? ശനി, സാറ്റേൺ. ശനിയാണ് വളയമുള്ള ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജീവികളുടെ ഘടനാപരവും ജീവശാസ്ത്രപരവുമായ അടിസ്ഥാന ഘടകം കോശം, സെൽ. ജീവികളുടെ ഘടനാപരവും ജീവശാസ്ത്രപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. ജീവന്റെ അടിസ്ഥാന ഘടകമായ കോശത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സൈറ്റോളജി. 1665 റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത്. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ്. 1893
അധസ്ഥിത വിഭാഗക്കാർക്ക് പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണിത്. സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേര് ലീല നമ്പൂതിരിപ്പാട്. സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേരാണ് ലീല നമ്പൂതിരിപ്പാട്. മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? 1921. 1921 മലബാർ കലാപം നടന്നത്. 1921 ബ്രിട്ടീഷ് ഭരണത്തിനും ജന്മിമാർക്കുമെതിരെ മലബാറിലെ മാപ്പിള കർഷകർ നടത്തിയ വലിയൊരു പ്രക്ഷോഭമാണിത്. ഇതിൻ്റെ ഭാഗമായി നടന്ന ദാരുണമായ സംഭവമാണ് വാഗൻ ട്രാജഡി. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡാണ് ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ ഉയരം 182 മീറ്റർ, 597 അടി. 182 മീറ്ററാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ ഉയരം. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഈ പ്രതിമ ഗുജറാത്തിലെ നർമ്മദ നദിയിലെ സാധുബേട്ട് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. റാം വി സുതാറാണ് ഈ പ്രതിമ രൂപകൽപ്പന ചെയ്തത്. തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം വേദാരണ്യം കടപ്പുറം. തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലമാണ് വേദാരണ്യം കടപ്പുറം. 1930 തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത്. തിരുച്ചിറപ്പള്ളിയിൽ നിന്നും വേദാരണ്യം വരെയായിരുന്നു പദയാത്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ മേഖലയിലാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സുന്ദർബൻ ഉൾപ്പെട്ടിട്ടുണ്ട്. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ. പ്ലാസ്മാവസ്ഥ എന്നത് അയോണീകരിക്കപ്പെട്ട വാതകാവസ്ഥയാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മാവസ്ഥയിലാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്. 1975 കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രൂപീകൃതമായത്. മുത്തശ്ശി എന്ന നോവൽ എഴുതിയത് ചെറുകാട്. ഗോവിന്ദ പിഷാരടി അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് ചെറുകാടാണ് മുത്തശ്ശി എന്ന നോവൽ എഴുതിയത്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. 1932 ജെയിംസ് ചാഡ്വിക് ആണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ കണ്ടെത്തിയത്. ഹൈഡ്രജൻ ആറ്റത്തിൽ ന്യൂട്രോൺ ഇല്ല. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി മഹാനദിയിലാണ് ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് കാർബൺ 14. റേഡിയോ കാർബൺ എന്നും അറിയപ്പെടുന്ന കാർബൺ 14 വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. പുരാതന വസ്തുക്കളുടെയും ഫോസിലുകളുടെയും പ്രായം നിർണ്ണയിക്കാൻ റേഡിയോ ആക്റ്റീവ് കാർബൺ ഉപയോഗിക്കുന്ന രീതിക്ക് കാർബൺ ഡേറ്റിംഗ് എന്നാണ് പറയുന്നത്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴ. കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി. കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയത്താണ് കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച ഇന്ത്യൻ നേതാവ് താന്തിയോ തോപ്പിയായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച ഇന്ത്യൻ നേതാവ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ കാൺപൂരിലെ കലാപത്തിന് നേതൃത്വം നൽകിയ ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ഒളി യുദ്ധമുറ
ഗറില്ല വാർഫെയർ പാറ്റി. രാമചന്ദ്ര പാണ്ഡുരംഗ് യവൽക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. നാണു ആശാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് നാണു ആശാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. കൽപ്പാത്തിപ്പുഴ ഏത് നദിയുടെ കൈവഴിയാണ്? ഭാരതപ്പുഴ. കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴയുടെ ഒരു കൈവഴിയാണ്. പട്ടം താണുപിള്ള രൂപീകരിച്ച പാർട്ടി? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. പട്ടം താണുപിള്ള രൂപീകരിച്ച ഒരു പാർട്ടിയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി? ശാന്തി പ്രസാദ് ജെയിൻ. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായിയാണ് ശാന്തി പ്രസാദ് ജെയിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണിത്. ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായിരുന്ന ശാന്തി പ്രസാദ് ജെയിനാണ് ഇത് ഏർപ്പെടുത്തിയത്. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ഏത് ഭാഗത്താണ്? ത്വക്ക്, സ്കിൻ. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ത്വക്കിലാണ്. സൺഷൈൻ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്ന വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യത്തിൽ മനുഷ്യൻ്റെ ത്വക്കിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇതിൻ്റെ കുറവ് കുട്ടികളിൽ റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നു. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്? ബീഹാർ. ബീഹാർ സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്. 2000 നവംബർ 15 ബീഹാർ സംസ്ഥാനം വിഭജിച്ച് ജാർഖണ്ഡ് രൂപീകരിച്ചത്. റാഞ്ചിയാണ് തലസ്ഥാനം. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയാണ് ഇന്ത്യയിലെ ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നത്. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് LTT തീവ്രവാദികളുടെ ബോംബ് സ്ഫോടനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത്. അതിനാൽ മെയ് 21 ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നു. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി? 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷന് പകരമായി 2015 ജനുവരി 1 ഇത് നിലവിൽ വന്നത്. പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാൻ. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര? ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാദ്രി അല്ലെങ്കിൽ ഗ്രേറ്റർ ഹിമാലയ പർവ്വതനിരകളിൽ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും ഉയരം കൂടിയതുമായ നിരയാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് ഈ നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബോണ്ടില ചുരം ഏത് സംസ്ഥാനത്താണ്? ബോണ്ടില ചുരം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിലാണ് ബോണ്ടില ചുരം സ്ഥിതി ചെയ്യുന്നത്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഒരു ചുരമാണിത്. നളന്ദ സർവകലാശാലയെ പുനരുദ്ധീകരിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത്? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ആയിരുന്നു നളന്ദ സർവകലാശാലയെ പുനരുദ്ധീകരിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത്. 2006 APJ അബ്ദുൽ കലാം ബീഹാർ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിലാണ് പുരാതന വിജ്ഞാന കേന്ദ്രമായിരുന്ന നളന്ദയെ അന്താരാഷ്ട്ര നിലവാരത്തിൽ പുനരുജ്ജീവിപ്പിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ചത്. നീതി ആയോഗ് എന്നതിൻ്റെ പൂർണ്ണരൂപം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗ് എന്നതിൻ്റെ പൂർണ്ണരൂപം. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം? കൊണാർക്കിലെ സൂര്യക്ഷേത്രം. കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് ബ്ലാക്ക് പഗോഡ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം. ഒഡീഷയിലെ ഈ ക്ഷേത്രം കറുത്ത ഗ്രാനൈറ്റ് കല്ലുകളാൽ നിർമ്മിച്ചതിനാലും പണ്ട് കപ്പൽ യാത്രക്കാർക്ക് ഒരു അടയാളമായി വർത്തിച്ചതിനാലുമാണ് യൂറോപ്യന്മാർ ഇതിനെ ബ്ലാക്ക് പഗോഡ എന്ന് വിളിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത്? പോത്തുങ്കൽ. പോത്തുങ്കലാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത്. മലപ്പുറം ജില്ലയിലെ പോത്തുകല്ല് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെൻറ്റർ? എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെൻറ്റർ എറണാകുളത്താണ്. പുഷ്പങ്ങളുടെ റാണി, ക്വീൻ ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്നത്?
റോസ്. റോസാണ് പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്. കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അനാകാർഡിക് ആസിഡ്. അനാകാർഡിക് ആസിഡാണ് കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ശങ്കരാചാര്യർ ഗോവർദ്ധന മഠം സ്ഥാപിച്ചത് എവിടെയാണ്? പുരി. ഒഡീഷയിലെ പുരിയിലായിരുന്നു ശങ്കരാചാര്യർ ഗോവർദ്ധന മഠം സ്ഥാപിച്ചത്. പെട്രോളിയത്തിൻ്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്ന പേര് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ എന്നാണ് പെട്രോളിയത്തിൻ്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്ന പേര്. ഭൂമിക്കടിയിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന ശുദ്ധീകരിക്കാത്ത പെട്രോളിയമാണ് ക്രൂഡ് ഓയിൽ. ഇതിനെ അംശിക സ്വേദനം വഴിയാണ് പെട്രോൾ, ഡീസൽ എന്നിവയായി തിരിക്കുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. 1922 ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ പ്രതിഷേധക്കാർ ഒരു പോലീസ് സ്റ്റേഷന് തീയിടുകയും 22 പോലീസുകാർ മരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്. മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? വാളയാർ. വാളയാറിലാണ് മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ വാളയാറിലാണ് പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ. മലയാളത്തിലെ പ്രശസ്ത കാൽപ്പനിക കവിയായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കാവ്യം രമണൻ ആണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കൗസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കൗസ്റ്റിക്സ്. ഗുരുശിഖർ ഏത് മലനിരയുടെ ഭാഗമാണ്? ആരവല്ലി. ഗുരുശിഖർ ആരവല്ലി മലനിരയുടെ ഭാഗമാണ്. രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. ആരെഴുതിയ പുസ്തകമാണ് നീർമാതളം പൂത്തകാലം? കമല സുരയ്യ. കമല സുരയ്യ എഴുതിയ പുസ്തകമാണ് നീർമാതളം പൂത്തകാലം. പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ കമല സുരയ്യയുടെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് നീർമാതളം പൂത്തകാലം. അവരുടെ മറ്റൊരു പ്രധാന കൃതിയാണ് എൻ്റെ കഥ. പ്രാദേശിക പത്രഭാഷാ നിയമം റദ്ദാക്കിയ വൈസ്രോയി? റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവായിരുന്നു പ്രാദേശിക പത്രഭാഷാ നിയമം റദ്ദാക്കിയ വൈസ്രോയി. പ്രാദേശിക പത്രഭാഷാ നിയമം വെർണാക്കുലർ പ്രസ് ആക്ട് 1878 ലിട്ടൺ പ്രഭു കൊണ്ടുവന്ന ഒരു കരിനിയമമായിരുന്നു. പത്രസ്വാതന്ത്ര്യം ഹനിക്കുന്നതായിരുന്നു ഈ നിയമം. 1881 റിപ്പൺ പ്രഭു ഇത് റദ്ദാക്കി. ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് മിറർ. കോൺകേവ് മിററാണ് ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം. ഏത് സംഘടനയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്? യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ എന്ന സംഘടനയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയും നവീകരണത്തിനും വേണ്ടി യോഗക്ഷേമ സഭ പുറത്തിറക്കിയ മാസികയായിരുന്നു ഇത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനായിരുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത് വിനോബ ഭാവെ. വിനോബ ഭാവെയായിരുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത്. ഏത് നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപ്പു സേവനമനുഷ്ഠിച്ചത്? മൈസൂർ. മൈസൂർ നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലായിരുന്നു ഡോക്ടർ പൽപ്പു സേവനമനുഷ്ഠിച്ചത്. തിരുവിതാംകൂറിൽ അവർണൻ ആയതിനാൽ അദ്ദേഹത്തിന് ജോലി നിഷേധിക്കപ്പെട്ടിരുന്നു. നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് സി കേശവൻ. സി കേശവനാണ് നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത്. തിരുവിതാംകൂർ നിയമസഭകളിൽ ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം ലഭിക്കുന്നതിനു വേണ്ടി 1932 ആരംഭിച്ച പ്രക്ഷോഭമാണിത്. ഇതിൻ്റെ രൂപീകരണ കമ്മിറ്റിയുടെ സെക്രട്ടറി സി കേശവനായിരുന്നു. കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് എം സി ജോസഫ്. എം സി ജോസഫ് ആയിരുന്നു കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശിഷ്യനായിരുന്നു ശിവലിംഗദാസ സ്വാമികൾ.
കൃത്രിമോപഗ്രഹത്തിലേക്ക് ഡാറ്റ അയക്കുന്ന പ്രക്രിയ അപ്ലിങ്ക്. കൃത്രിമോപഗ്രഹത്തിലേക്ക് ഡാറ്റ അയക്കുന്ന പ്രക്രിയ അപ്ലിങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയിലെ സ്റ്റേഷനിൽ നിന്നും ബഹിരാകാശത്തുള്ള കൃത്രിമോപഗ്രഹങ്ങളിലേക്ക് ഡാറ്റയോ സിഗ്നലുകളോ അയക്കുന്ന പ്രക്രിയയാണ് അപ്ലിങ്ക്. തിരിച്ച് താഴേക്ക് അയക്കുന്നതിന് ഡൗൺ ലിങ്ക് എന്നുമാണ് പറയുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.